അസ്സലാമലൈക്കും ഗായ്സ്, സിറാജ് ഹിയർ. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കൂട്ടം കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് കൂടെ നടക്കൽ. ഇത് പണിക്ക് വേണ്ടി കാത്തിക്കണാണ്. കുറേ കമ്പനികൾ ഇവിടെ നിർത്തുകൊണ്ട് ആൾക്കാരെ, പാവങ്ങൾ. ഇന്നും ഓഫീസിലേക്ക് പോണത് ബൈ കാറാണ്. ഷെർവഡിക്ക് നേരെ കാറിലാണ് പോകുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. കുറേ ആൾക്കാർ നല്ല മെസ്സേജ് അയച്ച്. പിന്നെ എപ്പോഴും ഓഫീസിലേക്ക് തന്നെ പോണത് മാത്രമുള്ളൂ നമുക്കൊരു കണ്ടൻറ്റ്. അപ്പോൾ അതിനുള്ളിലുള്ള കുറേ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആകെ ഇപ്പോൾ അത് മാത്രം നമുക്ക് കൈവശമായിട്ടുള്ളൂ. പിന്നെ ആരെങ്കിലും ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരികയാണെങ്കിലോ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് പറഞ്ഞു തരാണെങ്കിൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തുതരാം. കാരണം ഞാൻ വന്നിട്ട് ആകെ 4 വർഷം ആവാനാവണുള്ളൂ. പക്ഷേ ഏകദേശം ഫുൾ ഐഡിയ നമുക്ക് കിട്ടിക്കണേ. ഉച്ചയ്ക്ക് പിന്നെ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെ അങ്ങോട്ട് ഇറങ്ങി. 1 മണിക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്ന്. പക്ഷേ ചെങ്ങായി വരുമ്പോൾ 3 അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളാവശ്യമായതുകൊണ്ട് നമ്മൾ ഓനെ കാത്തുക്കാലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. ഇതൊക്കെ ക്ലയൻറ്റിൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ജ്വല്ലറീസാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ നിന്ന് കുറേ അയച്ചു തരാം. എവിടെയും കയ്യും വീശി കയറാൻ കഴിയില്ല, കാരണം ഐഡിയ ഒക്കെ വാങ്ങുമല്ലോ. അത് ഇവിടുത്തെ ഒരു ശീലം. പിന്നെ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്ത് സംസാരിച്ച് സംഭവമൊക്കെ ക്ലിയറാക്കി. ഇവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഫുഡ് ട്രക്ക് കണ്ട് പോണ വഴിക്ക്. അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. കാരണം ഈ ഫുഡ് ട്രക്ക് ഇൻ ഫ്യൂച്ചർ ദുബായിൽ ട്രെൻഡിങ് ആവുന്ന സംഭവമാണ്. ഇത് വളരെ ഇവിടെ കുറവാണ്. പിന്നെ പോണ വഴിക്ക് താറാവിനെ കണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതിനെ കളിപ്പിച്ചെന്ന്. നല്ല രസമുണ്ടായിരുന്നു. അത് പക് 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 സൗണ്ടും കേട്ടിട്ട് കുറച്ച് നേരം അതിനെ കളിപ്പിച്ചിരുന്നു. സംഭവം കൊത്ത വന്നപ്പോൾ പിന്നെ അവിടെ നിർത്തി. പിന്നെ റൂമിലേക്ക് പോണ വഴിക്ക് ഒരു കണ്ണാപ്പി കാറും കണ്ട് ദുബായിൽ.